മന്ത്രി ശിവൻകുട്ടിയെ അഭിനന്ദിച്ച് ജി സുധാകരൻ. അംഗത്വം പുതുക്കിയില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുമെന്ന് സൂചന. ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് മറ്റെവിടെയെങ്കിലും ചേക്കേറുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ് സുധാകരനെന്ന് തിരിച്ചറിയാത്തത് ഇന്നത്തെ പാർട്ടി നേതാക്കളുടെ കുഴപ്പമാണ്. രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന നേതാവാണ് സുധാകരൻ. അദ്ദേഹത്തിന് കമ്മ്യൂണിസം ജീവവായുവാണ്. അത് ഏതെങ്കിലും നേതാക്കളുടെ പോരായ്മകൾക്ക് മുന്നിൽ അവസാനിക്കുന്നതല്ല. പാർട്ടിയിലെ ചില നേതാക്കളുടെ പെരുമാറ്റത്തിലും നിലപാടിലും മാത്രമാണ് സുധാകരന് എതിർപ്പുള്ളത്. എല്ലാം വെട്ടിത്തുറന്നു പറയുന്ന സുധാകരൻ എന്ന പച്ചയായ മനുഷ്യൻ അത് തുറന്ന് പ്രകടിപ്പിക്കുന്നുവെന്ന് മാത്രം. അതിനെ പാർട്ടി വിരുദ്ധം എന്ന് വരുത്തി തീർക്കേണ്ടത് ചിലരുടെ ആവശ്യമായി മാറിയെന്ന് മാത്രം. ഇപ്പോഴിതാ മന്ത്രി ശിവൻകുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ജി സുധാകരൻ. പുന്നപ്ര പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ പേര് നൽകിയതിനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയെ ജി സുധാകരൻ അഭിനന്ദിച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു അഭിനന്ദനം. സ്കൂളിന് VSന്റെ പേര് നൽകി പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഒപ്പിട്ടു. ഉത്തരവ് സ്കൂൾ മേധാവിക്ക് കിട്ടുകയും ചെയ്തു. VS അന്തരിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പേര് നൽകണമെന്നാവശ്യപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചത്. അത് ഉത്തരവായി വന്നതിൽ നാട്ടുകാരോടൊപ്പം സന്തോഷത്തിൽ പങ്കുചേരുന്നു. മന്ത്രി ശിവൻകുട്ടിക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ജി സുധാകരൻ കുറിച്ചത്. 1883 സ്ഥാപിതമായ പുന്നപ്ര പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അവിടെ ഏകദേശം 1.5 നൂറ്റാണ്ടിന് മുമ്പ് വിദ്യാർത്ഥിയായിരുന്ന VS അച്യുതാനന്ദന്റെ പേര് നൽകണമെന്നാവശ്യപ്പെട്ട് ജി സുധാകരൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കത്തയച്ചിരുന്നു. VSന്റെ മരണത്തിന് പിന്നാലെയാണ് സുധാകരൻ ഈ ആവശ്യം ഉന്നയിച്ചത്. ഇതിലാണ് മന്ത്രി ശിവൻകുട്ടിയുടെ ഇടപെടലുണ്ടായത്. VS പഠിച്ച സ്കൂളിന് അദ്ദേഹത്തിന്റെ പേര് നൽകുന്നത് ജനങ്ങൾക്കിടയിൽ സർക്കാരിന് മതിപ്പുളവാക്കുന്ന നടപടിയായിരിക്കുമെന്ന് ജി സുധാകരൻ പറഞ്ഞിരുന്നു. VSന്റെ ഭവനത്തിന് തൊട്ടടുത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. റോഡിന് തെക്കും വടക്കുമായാണ് ഹൈസ്കൂൾ വിഭാഗവും ഹയർ സെക്കൻഡറി വിഭാഗവും സ്ഥിതി ചെയ്യുന്നത്. രണ്ടിനും VSന്റെ പേര് നൽകുന്നത് നന്നായിരിക്കുമെന്നും ഉത്തരവ് വൈകാതെ ഉണ്ടാകുമെന്ന് കരുതുന്നുവെന്നും ജി സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നു. കത്ത് ലഭിച്ചതിന് പിന്നാലെ ആവശ്യം പരിഗണിച്ച് തുടർ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി തന്നെ സുധാകരനെ അഭിസംബോധന ചെയ്ത ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത്. അതേസമയം CPIMുമായി ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. തൽക്കാലം പാർട്ടി അംഗത്വം പുതുക്കേണ്ടതില്ലെന്നും എന്നാൽ പാർട്ടി ബന്ധം ഉപേക്ഷിക്കില്ല എന്നുമാണ് ജി സുധാകരന്റെ നിലപാട്. അംഗത്വം പുതുക്കാൻ മാർച്ച് 31 വരെ സമയമുണ്ടെന്നിരിക്കെ അനുഭാവിയായി തുടരാനാണ് തീരുമാനം. ജില്ലാ നേതൃത്വത്തിനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനം നടത്തിയ സുധാകരൻ 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള താൻ ഇനി പുതുക്കുന്നില്ലെന്ന് അറിയിക്കുകയായിരുന്നു.